പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ മത്തായിയുടെ സുവിശേഷത്തിലെ 19-ാം അധ്യായത്തിലെ 12-ാം വചനം കാണിച്ചു തരികയാണ്. ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ഡന്മാരാകുന്നവരുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരാകുന്നവരെ, സമർപ്പിത ജീവിതം നയിക്കുന്നവരുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് തങ്ങളുടെ സ്വത്തും സമ്പത്തും ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളും എല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി, ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകുന്നവരെ, സമർപ്പിത ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ, വിവാഹം കഴിക്കാതെ അവർക്ക് ശാരീരികമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടോ അറിവുപരമായിട്ടോ ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. അവരുടെ ലക്ഷ്യം മുന്നിൽ ദൈവചിന്ത, ദൈവത്തെ പ്രീതിപ്പെടുത്തണമെന്നുള്ള ചിന്ത മാത്രം ഉണ്ടാവും. അങ്ങനെ ജീവിതം നയിച്ച് രക്തസാക്ഷികളാവുന്ന അനേകം പേരുണ്ട്. നമ്മൾ അറിയുന്നില്ല, ആ രക്തസാക്ഷികളൊന്നും നമ്മൾ അറിയുന്നില്ല. എന്നതുപോലെ തന്നെ പുരോഹിതന്മാർ, സന്യാസിനിമാർ, ഇവരെല്ലാം വിദ്യാഭ്യാസ കാലത്ത് തന്നെ ആ ദൈവചിന്തയാൽ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ നിന്ന് വിട്ട് ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയ സമൂഹമാണ്. വിവാഹ ജീവിതത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരാകുകയാണ്. ദൈവരാജ്യം, ദൈവം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നല്ല പ്രവൃത്തികൾ, അനേകം നല്ല പ്രവൃത്തികൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു. നമ്മൾ അറിയുന്നില്ല, അനേകം പ്രവൃത്തികൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ അവർ പുരോഹിതന്മാരും സന്യാസിനിമാരും അനേകം നല്ല കാര്യങ്ങൾ, നന്മയാലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. പക്ഷെ എന്നാലും അവർക്കൊരു ദ്രോഹം വരുമ്പോൾ, ഒരു തെറ്റ് അവരിൽ കാണുമ്പോൾ നമ്മളവരെ ക്രൂശിൽ തറക്കുന്നു. അവർ രക്തസാക്ഷികളാവുകയാണ്. നമ്മളവരെ കുറ്റം പറഞ്ഞ് കൊല്ലുന്നു, വിധിക്കുന്നു, ക്രൂശിൽ തറക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ഡന്മാരാകുന്നവരാണ് അവർ. സമൂഹത്തിൻ്റെ അപമാനവും പരിഹാസവും കുത്തുവാക്കുകളും എല്ലാം കേട്ടുകൊണ്ട് അവർ മുന്നോട്ട് ദൈവത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നു. അവരേക്കാൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർക്ക് പുരോഹിതന്മാർക്കും സന്യാസിനിമാർക്കും ഒരു കൂട്ടായ്മയുണ്ടാവും. അവരേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് സമർപ്പിത ജീവിതം നയിക്കുന്നത്. ഒറ്റപ്പെട്ട് വിവാഹ ജീവിതത്തിൽ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ദൈവത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ അവർ സമൂഹത്തിലെ ഒരു നോട്ടപ്പുള്ളികളായിരിക്കും. ഒരു പ്രത്യേക രീതിയിലായിരിക്കും അവരെ കാണുന്നത്. പക്ഷെ അവരെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ചെയ്യാൻ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നവരാണ്, മുന്നോട്ട് കുതിക്കുന്നവരാണ്. ഇവരൊക്കെയാണ് ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ഡന്മാരായിത്തീരുന്നവർ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.